ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഞാൻ കുറച്ച് താമസിച്ചേ എണീക്കുള്ളൂ. കാരണം അന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, പിന്നെ രാവിലെ അവർക്ക് ട്യൂഷനില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന സൺഡേ ആണ്. കാരണം അന്ന് എനിക്ക് ജോലിക്ക് പോകണമെങ്കിലും കുറച്ചൊന്ന് ലേറ്റായിട്ട് പോയാൽ മതി കേട്ടോ. ഒരു 9:30-10 മണിക്കകത്ത് ജോലി സ്ഥലത്ത് എത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാക്സിമം നന്നായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ ഞായറാഴ്ച ദിവസം. ഇപ്പോഴത്തെ കുക്കറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. കുക്കർ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എണീറ്റത് കേട്ടോ. എണീറ്റ് നോക്കിയപ്പം സമയം 8:45 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ പണി പാളും. കാരണം ഇനി പെട്ടെന്ന് എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി റെഡി ആവണം. എന്നാലും എനിക്ക് 2 ദിവസമായിട്ട് ഈ കല്യാണത്തിൻ്റെ ഓട്ടമൊക്കെ ആയിരുന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ തറയിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. എനിക്ക് തറയിൽ കിടന്നാൽ കുറച്ച് റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിലത്ത് തന്നെ കിടക്കുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് ഇതേ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ പൂച്ചകളെല്ലാം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇതേ മുറ്റത്ത് കയറി കിടപ്പുണ്ട് കേട്ടോ. കാരണം ഇന്നാണ് കുറച്ച് നന്നായിട്ട് വെയിൽ വന്നത്. അതുകൊണ്ട് അവരെല്ലാം ആ വെയിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെയിലത്ത് കയറി കിടക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്കിനി സമയമില്ലല്ലോ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഫ്രഷായിട്ട് വരാം. അങ്ങനെ അതേ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇതിപ്പോൾ റോഡിൽ നിൽക്കുവാണ് കേട്ടോ. കാരണം എൻ്റെ ചേച്ചീനെ കാത്തിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ പാത്രം തിരിച്ച് തരാനുണ്ട്. അപ്പോൾ അത് ഹോട്ടലിൽ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ വെയിലത്ത് അവളിങ്ങനെ കാത്തു നിൽക്കുവാണ്. ഇത് കണ്ടോ, ഇത് മുമ്പ് നല്ല വയലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വയലൊക്കെ നികത്തി ഇപ്പോൾ വേറെ കൃഷിയൊക്കെയാണ്. എന്നാലും നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പാത്രമൊക്കെ മേടിച്ച് ഞാൻ നേരെ കടയിലെത്തി കേട്ടോ. കടയിൽ എത്തിയപ്പോൾ എനിക്കിത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഈ മരുന്നുകളെല്ലാം എടുക്കണം. പിന്നെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ ഒന്നും കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കട്ടൻ ചായ കൂടി കഴിയാൻ പോവുക കേട്ടോ. കട്ടൻ ചായ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത് കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. അങ്ങനെ ഇത് കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്. ഇത് ഫ്ലാസ്കിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ ചായ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ എടുത്തപ്പോൾ കാപ്പിക്ക് ഇന്ന് ചോറാണ്. ചോറിന് വെണ്ടയ്ക്കയാണ് കറി. വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കറിയൊക്കെ ഇവിടുത്തെ ചേട്ടൻ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും